നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ പ്രൊഫസർ അലിയാർ. നാളെ മാർച്ച് 27 ലോക നാടക ദിനം. 1961 ഇന്റർനാഷണൽ തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ലോക നാടക ദിനമായി മാർച്ച് 27 ആചരിക്കാൻ തീരുമാനിച്ചത്. അടുത്ത വർഷം മുതൽ 1962 മുതൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു നാടക പ്രവർത്തകൻ, നാടക കലാകാരൻ ലോക നാടക ദിനം സന്ദേശം നൽകുന്ന പതിവും ആരംഭിച്ചു. ഈ വർഷം ലോക നാടക ദിനത്തോടനുബന്ധിച്ച് നാടക സന്ദേശം നൽകുന്നത് പ്രസിദ്ധ അമേരിക്കൻ നടൻ വില്യം ജെയിംസ് ഡാഫോ. വില്യം ഡാഫോ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം ഊക്സ് ഗ്രൂപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ന്യൂയോർക്കിലെ വളരെ പ്രസിദ്ധമായ ഒരു എക്സ്പെരിമെന്റൽ തിയേറ്ററിൽ നിന്നും വന്ന നടനാണ്. പിന്നീട് ലോകമെമ്പാടും ആരാധകരെ സൃഷ്ടിച്ച ചലച്ചിത്ര നടനായി അദ്ദേഹം മാറിയിട്ടുണ്ട്. ഒരേ സമയം കച്ചവട സിനിമയിലും അതേസമയം കലാമൂല്യമുള്ള സിനിമകളിലും അഭിനയിച്ച് പേരെടുത്തിട്ടുള്ള ആളാണ് വില്യം ഡാഫോ. അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ പറയുന്നത് നാടകത്തിന്റെ സവിശേഷമായ ഒരു സുപ്രധാനമായ ഒരു ഘടകത്തെക്കുറിച്ചാണ്. അത് മനുഷ്യ അവസ്ഥയുടെ ഏറ്റവും സൂക്ഷ്മവും സുപ്രധാനവുമായ ആവിഷ്കാര പ്രകാരമാണ് നാടകം എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. നാടകത്തിന്റെ സവിശേഷത അതിന്റെ ജൈവികതയിലാണ്. ഒരുപറ്റം ആളുകൾ അരങ്ങിൽ നിന്ന് അഭിനയിക്കുന്നു, ഒരുപറ്റം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അരങ്ങിൽ നിൽക്കുന്ന ആളുകളിലൂടെ മനുഷ്യാവസ്ഥയുടെ സൂക്ഷ്മമായ ആവിഷ്കാരം, അതിന്റെ അനുഭൂതി പ്രേക്ഷകരിലേക്ക് പകരുന്നു. ഇത് മറ്റൊരു കലാരൂപത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു സവിശേഷതയായി അദ്ദേഹം കാണുന്നു. അതേസമയം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ വിവര സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിലും നാടകത്തിന് പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല എന്നും അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. ആളുകളുടെ ഈ പരസ്പരമുള്ള ഇടപെടലുകളിലൂടെ, സർഗാത്മകതയുടെ കൈമാറ്റത്തിലൂടെ ഉള്ള ഒരു കലാപ്രകടനമാണ് നാടകം എന്നതുകൊണ്ട് തന്നെ അത് മറ്റേതൊരു കലാരൂപത്തെക്കാളും മികച്ചതായി അദ്ദേഹം കാണുകയും ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ നാട്യഗ്രഹത്തിന്റെ നരേന്ദ്രപ്രസാദിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച നാട്യഗ്രഹത്തിലെ ഒരു നടൻ എന്ന നിലയിലും വ്യക്തിപരമായ എന്ന നിലയിലും ലോകമെമ്പാടുമുള്ള എല്ലാ നാടക പ്രവർത്തകർക്കും ലോക നാടക ദിനാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.